ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ലോഡിങ്ങിന് വന്നാൽ കേട്ടോ. നമ്മളെ വണ്ടി ഓൾറെഡി ആക്ച്വലി സർവീസിലാണ്. അപ്പോൾ നമുക്ക് പകരം NMKP 750 തന്നു കേട്ടോ. നമ്മളത് 752 ആയിരുന്നു. നമുക്ക് ഓൾറെഡി സർവീസായി 4 ദിവസമായി നമ്മൾ റെസ്റ്റിലാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്ലൊവേനിയൻ്റെ അകത്ത് തന്നെ ഇറ്റ്ലിജ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാം കേട്ടോ. നമുക്ക് ഇറ്റലിക്കാണ് ട്രിപ്പ്. അപ്പം നമ്മൾ തൽക്കാലം ഈ ട്രക്ക് എടുത്ത് വന്നു, ലോഡ് ചെയ്ത് നമ്മൾ തിരിച്ച് ബേസ് പോയി നമ്മൾ ട്രക്കും എടുത്താണ് നമ്മൾ നേരെ ഇറ്റലിക്ക് പോകുന്നത് കേട്ടോ. അപ്പം ടെമ്പററി ആയിട്ട് നമുക്ക് തന്ന ട്രക്കാണ് NMKP 750. ഇത് ഏകദേശം ഒരു 6 ലക്ഷം, നമ്മളത് ഏകദേശം 8 ലക്ഷം ആയിട്ടുണ്ട്. ഇത് 6 ലക്ഷം ആയിട്ടേ ഉള്ളൂ. എന്നാലും വണ്ടിക്ക് കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു ടെമ്പററി യൂസ്, നമ്മളെ ബേസിന് അകത്ത് ഏകദേശം 20 കിലോമീറ്റർ നമുക്ക് ലോഡിങ്ങിൽ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ട്രക്കാട്ടോ. നമ്മളിത് ലോഡിങ്ങിന് വേണ്ടി ഇതാ റാമ്പിലിട്ടേക്ക് കേട്ടോ. നമുക്കെന്തോ പാലറ്റുകൾ എന്തോ ആണ് ലോഡ്. ഇറ്റലിക്കാണ്. ആകെ 6,000 കിലോ ഉള്ളൂ. അവരിതാ നമുക്ക് ലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം അവിടെ. അത് കറക്റ്റ് 32 പാലറ്റ് ഉണ്ട്. ആ 32 പാലറ്റ് 30 ഇവിടെ എത്തിക്കുന്നുണ്ട്. എത്തിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളെ വണ്ടി കയറ്റും. നമ്മൾ ആഫ്റ്റർ ലോഡിങ് നമ്മൾ നേരെ ബേസ് പോവും. ദെൻ ബേസിൽ നിന്ന് നമ്മളെ 752 ട്രക്കും എടുത്തിട്ടാണ് നമ്മൾ നേരെ ഇറ്റലിക്ക് പോകുന്നത് കേട്ടോ. ഇത് സ്ലൊവേനിയൻ്റെ അകത്ത് ഒമാഹെൻ എന്ന് പറയുന്ന കമ്പനി കേട്ടോ. ഒമാഹെൻ അത്യാവശ്യം നല്ലൊരു ഗോഡൗണും കാര്യങ്ങളും ഇവരിവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അയക്കുകയാണ്. നമ്മളെ ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ പോലെ ഡെലിവറി പാർട്ട്ണറാണ് ഇവർ. വലിയൊരു ഏരിയ ആണ്. വലിയ ഏരിയയിൽ അവർ സ്റ്റോർ ചെയ്യുന്നു. അവർ എന്നിട്ട് സബ്ബായിട്ട് എന്ത് ചെയ്യാണ്, അവർ പല സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ വണ്ടി തന്നെ ഉണ്ട്. അതിൻ്റെ പുറത്തുള്ള ട്രിപ്പാണ്. നമ്മളെ പോലത്തെ അതർ കമ്പനീസും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ വണ്ടി ലോഡ് കയറ്റുകയാണ്. വണ്ടി ഒന്ന് താന്നല്ലോ നല്ല രീതിയിൽ, പക്ഷെ നല്ല രീതിയിൽ താന്നു കേട്ടോ. അവരെ ഫോർക്ക് ലിഫ്റ്ററിൻ്റെ വെയിറ്റ് കൊണ്ടാണോ എന്നറിയില്ല, വണ്ടി ഒന്ന് നല്ല രീതിയിൽ താന്നു. ഇത് സ്ലൊവേനിയൻ്റെ അകത്തുള്ളൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹെഡ് മാത്രമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇന്നലെ ലോഡ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പം ഇന്നലെ ലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ട്രെയിലർ നമ്മളിവിടെ ഇട്ടു. നമ്മൾ ജസ്റ്റ് ഹെഡ് മാത്രമായിട്ടാണ് റൂമിൽ പോയേക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് മാത്രമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളൊരു അടിപൊളി വയനാട് ചുരം പോലത്തെ കുറേ ഉൾഗ്രാമത്തിലൂടെയാണ് വന്നത് കേട്ടോ. 8 ടൺ വരെ നമുക്ക് ആ ഗ്രാമത്തിലെ റോഡുകളിലൊക്കെ അലൗഡാണ്. നമ്മളെ ട്രക്കും ട്രെയിലറും കൂടി നമുക്ക് 15 ടൺ വരും. പക്ഷേ നമ്മളെ ഹെഡ് മാത്രമാകുമ്പോൾ 8 ടൺ ചോടയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കാറ് പോകുന്ന റൂട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ് മാത്രമായിട്ട് നമുക്കെടുത്ത് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹെഡ് മാത്രമായിട്ടാണ് ഇന്ന് രാവിലെ വന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നായിരുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിയത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇന്ന് രാവിലെ 7 മണിക്ക് നമ്മൾ അവിടെ നിന്ന് പോന്നു. അരമണിക്കൂറുള്ളായിരുന്നു. അരമണിക്കൂർ നമ്മൾ വന്നു. നമ്മൾ ട്രെയിലറും കണക്ട് ചെയ്ത് നമ്മൾ റാമ്പിലിട്ടു. റാമ്പ് 16 ആണ്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് നമ്മളെ CMR മേടിച്ച് നമ്മൾ നേരെ നമുക്ക് ചുറ്റി തന്നെ പോകണം. നമുക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉണ്ട് നമുക്ക് വിത്ത് ട്രെയിലർ പോകണമെങ്കിൽ. ട്രക്ക് മാത്രമാണെങ്കിൽ നമുക്ക് 20 കിലോമീറ്റർ ജസ്റ്റ് ഒരു മല കയറി ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലുബ്ലിയാന വഴി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബേസിൽ പോയി ബേസിൽ നിന്ന് നമ്മളെ വണ്ടിയും നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. ഒരു ഉച്ചയ്ക്കാകുമ്പം ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ റൂമിൽ പോയി ബേസിൽ പോയി കാര്യങ്ങളൊക്കെ നാളെ ഡെലിവറി ഉണ്ടാവുള്ളൂ മിക്കവാറും. ഇത് അവിടെ എത്തുമ്പോഴത്തേ ആ കമ്പനി ക്ലോസ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇന്ന് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ലോഡിങ് തുടങ്ങി കേട്ടോ. ചെറിയ ഫോർക്ക് ലിഫ്റ്ററാണ്. ഈ ഫോർക്ക് ലിഫ്റ്റർ കൊണ്ടാണ് അവർ ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ട്രെയിലറിന് താങ്ങുമെന്ന് ചോദിച്ചാൽ അറിയില്ല. 2 റാം കേട്ടോ, 16 തന്നെ. ലോഡിങ് നമ്മളെ വണ്ടിയിൽ പാലറ്റ് ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം 1 2 3 4 പാലറ്റായി. ഇവിടുന്ന് ഈ രീതിയിലാണ് സ്റ്റില്ലിൻ്റെ കുപ്പി കേട്ടോ, പ്ലാസ്റ്റിക് കുപ്പി. നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഗൈസ്. എന്താ മെഡിസിനോ ബിയർ ബോട്ടിലാണെന്ന് തോന്നുന്നു കേട്ടോ. സോറി, ബിയർ ബോട്ടിലോ അങ്ങനെ എന്തോ ഉള്ള ബോട്ടിലുകളാണ് നമുക്ക് ഓർഡർ. ഇതേപോലെ അവരിവിടെ ഗോഡൗണിൽ നമ്മൾ നേരെ എടുത്ത് പോകട്ടോ.